ഹായ് മക്കളെ, നമ്മൾ 2026 ജനുവരി 24 നടന്ന ജെഇ മെയിൻസ് എക്സാമിലെ ഫേസ് 1 ഷിഫ്റ്റ് 1 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ അറിയാം, ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കോണിക് സെക്ഷൻ എന്ന ടോപ്പിക്കിൽ നിന്നാണ്. ലെറ്റ് എ സർക്കിൾ ഓഫ് റേഡിയസ്. കണ്ടോ, സർക്കിൾ ഒക്കെ വരുന്നത് ഇവിടുന്ന് കോണിക് സെക്ഷനിൽ നിന്ന്. അപ്പൊ കോണിക് സെക്ഷനിലെ സർക്കിൾസ് എന്ന പോർഷനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇത് ലോക്കസുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമുക്ക് ഒറിജിൻ തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ട്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ലോക്കസ് ഓഫ് ദി സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ ഒ എ ബി. മക്കളുടെ ഇതിന് നമുക്ക് വേണ്ട ഒരു കാര്യം, എന്താണ് ലോക്കസ് എന്നറിയണം, ആ ലോക്കസ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന് അറിയണം. അതോടൊപ്പം തന്നെ ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടീസസ് തന്നിരുന്നാൽ അതിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും അറിയണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം, ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടീസസ് നമുക്ക് തന്നിരുന്നാൽ സെൻട്രോയിഡ് കാണാനുള്ള ഫോർമുല എന്താ? x1 + x2 + x3/3, y1 + y2 + y3/3, അല്ലെ? ആ കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇതാ ഇവിടെ നോക്കൂ, എങ്ങനെയാണെന്ന് നോക്കി. ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, എക്സും വൈ. ഞാൻ ഇവിടെ താഴേക്ക് വരയ്ക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റുകൾ രണ്ടും എന്തായതുകൊണ്ടാണ്? നെഗറ്റീവിലായതുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവ് ആക്സിസുകൾ കൺസിഡർ ചെയ്തത്. മൈനസ് എ എന്ന പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. എ എന്ന പോയിന്റ് ഇതാ ഇവിടെയാണെന്ന് കരുതിക്കോളൂ. എ ഓഫ് എന്താണ്? -√3a,0. റെഡി? അടുത്ത ബി എന്ന പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ബി എന്ന പോയിന്റ് ഇവിടെയാണെന്ന് കരുതിക്കോളൂ. ബി ഓഫ് എന്താണ്? 0, -√2b. ഒറിജിൻ തന്നിട്ടുണ്ട്. O ഓഫ് 0, 0 എന്ന് തന്നിട്ടുണ്ട്. ഈ 3 പോയിന്റുകളിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിളിന്റെ റേഡിയസ് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ഇങ്ങനെ വരയ്ക്കാം. ഈ 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ. ഓക്കെ, ഈ 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഈ 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. റെഡി? ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർക്കിൾ. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളില് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ സർക്കിൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നില്ലേ മക്കളെ? ആ സർക്കിളിനകത്ത് ദാ ഇവിടെ നോക്കി, ഈ തന്നിരിക്കുന്ന സർക്കിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട് എങ്കിൽ ആ തന്നിരിക്കുന്ന ലൈൻസിന്റെ എൻഡ് പോയിന്റുകൾ തീർച്ചയായിട്ടും ചേർത്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്നത് ഡയമീറ്റർ ആവില്ലേ? നമ്മൾ അങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് സെന്ററിലൂടെയാണ് പാസ് ചെയ്യുക. അപ്പൊ അത് മാത്രമല്ല, ഈ തന്നിരിക്കുന്നതിന്റെ റേഡിയസ് 4 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ റേഡിയസ് 4 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ റേഡിയസ് ഇവിടുന്ന് ഇവിടം വരെ 4 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ഇതിന്റെ ലെങ്ത് നമുക്ക് 8 എന്ന് എടുക്കാം. റെഡി അല്ലേ? ടോട്ടൽ ലെങ്ത് 8 എന്ന് എടുക്കാം. ഇതിന്റെ ലെങ്ത് എത്രയായിരിക്കും വരിക? ഇതിന്റെ ലെങ്ത് √3a ആണ്. ഇതിന്റെ ലെങ്ത് √2b-യുമാണ്. ഈ 3 സൈഡുകളുടെ. ഇനി നമുക്ക് വേണ്ടത് സെൻട്രോയിഡ് ആണ്, അല്ലെ? ഇപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന പോയിന്റുകളെല്ലാം ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു സെൻട്രോയിഡ്. ഇവിടെ നോക്കൂ, ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. where a and b are real parameters, അല്ലെ? then the locus of the centroid of triangle OAB, locus of the centroid of triangle OAB എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ സെൻട്രോയിഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ വെർട്ടെക്സിൽ നിന്നും മറ്റ് ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റിലേക്ക് പോകുന്ന, അതായത് മീഡിയൻസ് ഇന്റർസെക്ട് ചെയ്യുന്നതല്ലേ നമ്മുടെ എന്തെന്ന് പറയുന്നത്? മീഡിയൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കുമല്ലോ നമ്മുടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. H, K, അല്ലെ? അപ്പൊ ഈ H, K എന്ന് പറയുന്ന സെൻട്രോയിഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് x1 + x2 + x3/3, y1 + y2 + y3/3 ആണ്. റെഡി? ഓരോ വെർട്ടെക്സിന്റെയും എക്സ് കോർഡിനേറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക /3, പിന്നീട് y കോർഡിനേറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക /3. അപ്പൊ നമുക്കറിയാം H, K = ഇവിടുത്തെ വാല്യൂ എന്തായിട്ട് മാറും?
-√3a 0 0 എന്ന് പറയുമ്പോൾ -√3a ഡിവൈഡഡ് ബൈ 3 ആവും. അതോടൊപ്പം തന്നെ 0 0 -√2b എന്ന് പറയുമ്പോൾ -√2b ബൈ 3 ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ ഈക്വൽ ആക്കുമ്പോൾ 3h വില -√3a എന്നും കിട്ടും, 3k വില -√2b എന്നും കിട്ടും. ഇനി ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ തന്നിരിക്കുന്നത് ഒരു റൈറ്റ് ആംഗിൾ അല്ലേ. ഇത് റൈറ്റ് ആംഗിൾ ആണെങ്കിൽ നമുക്ക് പൈതഗോറിയൻ റിലേഷൻ അപ്ലൈ ചെയ്തൂടെ? എന്താ പൈതഗോറിയൻ റിലേഷൻ പറയുന്നത്? ഈ തന്നിരിക്കുന്ന ബേസിന്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ ആണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തെടുക്കാമെന്ന് നോക്കൂ. ഇവിടെ √3a സ്ക്വയർ പ്ലസ് √2b സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 8ന്റെ സ്ക്വയർ ആവും. അങ്ങനെയാണെങ്കിൽ √3a സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 3hന്റെ സ്ക്വയർ അല്ലേ, അപ്പൊ 9h സ്ക്വയർ പ്ലസ് √2b സ്ക്വയർ എന്ന് പറയുമ്പോൾ അവിടെ മൈനസിന് പ്രാധാന്യമില്ലല്ലോ, കാരണം സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, അത് പോസിറ്റീവ് ആവും. അപ്പൊ ഇവിടെ 9k സ്ക്വയർ ഈസ് ഈക്വൽ ടു 64, അല്ലെങ്കിൽ 8ന്റെ സ്ക്വയർ എന്നല്ലേ കിട്ടുക, 8 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ h സ്ക്വയർ പ്ലസ് k സ്ക്വയർ ഈക്വൽ ടു 8/3 സ്ക്വയർ എന്ന് വരൂലേ. ആ 9 കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ 9 എന്ന് പറയുന്നത് 3 സ്ക്വയർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി എച്ചും കെയും നമുക്ക് മാറ്റി എക്സും വൈയും ആക്കാം. അപ്പൊ ഈ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 8/3 സ്ക്വയർ. ഇതൊരു സർക്കിൾ അല്ലേ. ഇതല്ലേ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലോക്കസ് എന്ന് പറയുന്ന സെൻട്രോയിഡിന്റെ ലോക്കസ് കണ്ടുപിടിച്ചാൽ ആ ലോക്കസ് എന്ന് പറയുന്നത് ഒരു സർക്കിൾ ആയിരിക്കും. അതിന്റെ റേഡിയസ് എന്തെന്നാണ് ചോദ്യം. സോ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 8/3 ആണ്. അപ്പൊ 8/3 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നമുക്ക് 8/3 ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ഇസ് 3.